तादृङ्मधुरात्मकं तव वपुः सम्प्राप्य सम्बन्मयी सा देवी परमोत्सुका चिरतरं नास्ते स्वभक्तेष्वपि. ലക്ഷ്മി ദേവിയെ പറ്റി കേൾക്കാത്തവരുണ്ടാവില്ല. മാത്രവുമല്ല, സമ്പത്ത് വേണം എന്ന് ആഗ്രഹിക്കാത്തവരും വളരെ വിരളമായിരിക്കും. ഇപ്പോൾ സമ്പത്തുണ്ടാവാൻ എന്താണ് മാർഗം എന്നൊരു ചോദ്യം. ഉത്തരം വളരെ ലളിതമാണ്. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഈ ഉത്തരം കൊണ്ട് തൃപ്തിപ്പെട്ടു എന്ന് വരില്ല. ഒരിക്കൽ കൂടി പറയാം, സമ്പത്തുണ്ടാവാനുള്ള ഏറ്റവും നല്ല മാർഗം സമ്പത്ത് വേണം എന്ന് ഒരിക്കലും ആഗ്രഹിക്കാതിരിക്കുക. തേനാസ്യാബത കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാദ ചാബലബലാത് ചാബല്യവാർത്തോദഭൂ. കുചേലൻ്റെ കഥ നമുക്കൊക്കെ പരിചിതമാണ്. അദ്ദേഹം ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാന്റെ അടുത്ത് ചെന്നു. പക്ഷേ ഭഗവാന്റെ പത്നിയായ ലക്ഷ്മി ദേവി എന്ത് ചെയ്തു? ആ സുദാമാവിനെ നന്നായി അനുഗ്രഹിച്ചു. പിൽക്കാലത്ത് മുഴുവൻ രത്നശാലകളിൽ താമസിക്കാനായിരുന്നു ആ കുചേലൻ്റെ നിയോഗം. അപ്പം ഇങ്ങനെ സമ്പത്ത് ഭക്തന്മാർക്ക് വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് പലപ്പോഴും സമ്പത്ത് കിട്ടാറില്ല. ആഗ്രഹിക്കാതിരിക്കുന്നവർക്കാണ് സമ്പത്ത് ലഭിക്കുന്നത്.